എല്ലാവർക്കും നിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലസിന്റെ ലാസ്റ്റ് പോർഷനാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നും കൂടിയാണ് നമുക്ക് പ്രോബ്ലംസ് ഉള്ളത്. ഇത് കഴിഞ്ഞ് നമുക്ക് കാൽക്കുലസിന്റെ ഇത്ര എടുത്ത 4 ക്ലാസിന്റെ എല്ലാ ക്ലാസ്സിൽ നിന്നും കൂടി ഒരു കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് കാൽക്കുലസിനകത്ത് വരുന്ന ഒരു പോർഷനാണ് ഏത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. നമുക്കൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷനെ പറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? y ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മെത്തേഡിൽ സോൾവ് ചെയ്യാം അല്ലേ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു ഫോമിലാണെങ്കിൽ ഏതാണ്? y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് അല്ലെ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. അതുപോലെ തന്നെ സൊല്യൂഷൻ y എന്ന് പറയുന്നത് എന്തായിരിക്കും? y ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അല്ലെ? ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യന്റ് അത് എത്രയാണ്? ഇവിടെ 4 ആണ്. അതുപോലെ തന്നെ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? ഇ റേസ് ടു മൈനസ് എക്സ് ആണ് അല്ലേ? സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്, ദാറ്റ് ഈസ് ഇ റേസ് ടു ഇന്റഗ്രൽ പി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 4 ഡി എക്സ് എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? ഇ റേസ് ടു 4x എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ y എന്ന് പറയുന്നത് എന്തായിരിക്കും? y ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 4x ഇൻറ്റു എന്ത് വരും? ഇന്റഗ്രൽ ഏതാണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ദാറ്റ് ഈസ് ഇ റേസ് ടു 4x ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇ റേസ് ടു മൈനസ് എക്സ് ആണ്, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വരും അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം ഇത്? 1 ബൈ ഇ റേസ് ടു 4x ഇൻറ്റു ഇന്റഗ്രൽ ഇതെന്ത് വരും? ഇ റേസ് ടു 4x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്, ഇ റേസ് ടു 3x എന്ന് വരും അല്ലെ? ഇ റേസ് ടു 3x ഡി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 1 ബൈ ഇ റേസ് ടു 4x അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് 4x ആകും. ഇ റേസ് ടു 3xന്റെ ഇന്റഗ്രൽ എന്താണ്? ഇ റേസ് ടു 3x ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. പ്ലസ് എന്തോടെ വരും? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നും കിട്ടും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? y ഓഫ് 0 ഈക്വൽ ടു 0 എന്ന്. അതായത് എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം? 0 ഈക്വൽ ടു ഇ റേസ് ടു 0 അത് എത്രയാണ്? 1 ആണ്. അഗെയിൻ ഇ റേസ് ടു 0 അതും 1 ആണ്. സോ 1/3 പ്ലസ് സി എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? സി ഈക്വൽ ടു മൈനസ് 1/3 എന്ന് കിട്ടും. അതായത് ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണ്? മൈനസ് 1/3 ആണ്. സോ നമുക്ക് y എങ്ങനെ എഴുതാം? y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 4x ഇൻറ്റു എന്തെന്ന് വരും? ഇ റേസ് ടു 3x ഡിവൈഡഡ് ബൈ 3 മൈനസ് 1/3 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 ഔട്ട് സൈഡ് എടുക്കാം. ഇ റേസ് ടു മൈനസ് 4x ഉള്ളിലേക്ക് എടുത്താൽ എന്ത് വരും? 1/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 4x ഇൻറ്റു ഇ റേസ് ടു 3x എത്രയെന്ന് വരും? ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. മൈനസ് ഇ റേസ് ടു മൈനസ് 4x എന്ന് കിട്ടും. നോക്കി ഇങ്ങനെ ഒരു ഉത്തരം ഉണ്ടോന്ന്? 1/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് 4x. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് എങ്ങനെയായിരിക്കും വരുന്നത്? ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ആണ്. അതിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. സോ y ഈക്വൽ ടു ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫൈനൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഓരോ സെക്ഷനിൽ നിന്നും ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു 90% ആ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ വരാനാണ് സാധ്യത. അപ്പം നമ്മൾ പ്രീവിയസ് പല എക്സാമിൻ്റെ കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പം അങ്ങനെയുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ നോക്കുക. ഓക്കെ,
നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് ചെയ്യാം, പക്ഷേ അതിനേക്കാളും അപ്പം നമ്മളത് dy/dx എന്നുള്ള ഫോമിലേക്കൊക്കെ ആക്കി ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ വരുന്ന കേസിൽ അതിനേക്കാളും എളുപ്പത്തിൽ വേണമെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കി, ഡിനോമിനേറ്ററിൽ 2y കോമൺ ആയിട്ടുണ്ട്. ഒരു y നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ, ഒരു y കട്ട് ചെയ്ത് പോകും. സോ നമുക്ക് എങ്ങനെ വരും? dx മൈനസ് x/y dy ഈക്വൽ ടു എന്തെന്ന് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? y dx അല്ലേ, y dx മൈനസ് x dy ഡിവൈഡഡ് ബൈ y ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ അല്ലേ? ഞാൻ y വെച്ച് LCM എടുത്തു. അപ്പോൾ എന്ത് വരും? y dx മൈനസ് x dy ഡിവൈഡഡ് ബൈ y ഈക്വൽ ടു 0 എന്ന് വരും. എഗെയിൻ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? y ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ വരും? y dx മൈനസ് x dy ഈക്വൽ ടു എന്തെന്ന് വന്നു? 0 എന്ന് വന്നു. ദാറ്റ് ഈസ് y dx ഈക്വൽ ടു എന്തെന്ന് വരും? x dy എന്ന് വന്നു. ഇനി നോക്കി, നമുക്ക് എക്സിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് നിർത്തണം, വൈയുടെ ടേംസ് എല്ലാം ഒരുമിച്ച് നിർത്തണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് ഈ എക്സിനെ ഇങ്ങോട്ടും കൊണ്ടുവരാം, വൈനെ ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? 1/x dx ഈക്വൽ ടു 1/y dy എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് എക്സിൻ്റെ ടൈംസ് എല്ലാം എന്ത് ചെയ്യണം? ഒരു സൈഡിലേക്ക് എത്തിക്കണം, വൈയുടെ ടൈംസ് എല്ലാം എന്ത് ചെയ്യണം? വേറൊരു സൈഡിലേക്ക് എത്തിക്കണം. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഇൻ്റഗ്രൽ കൊടുക്കാം. ഇൻ്റഗ്രൽ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 1/x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/y dy എന്ന് വരും അല്ലേ? നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് 1/x എന്താണ്? log x ആണ്. സോ log x ഈക്വൽ ടു എന്തെന്ന് വരും? log y പ്ലസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ലോഗ് വരുന്ന കേസുകളിൽ നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് എന്തായിട്ട് എടുക്കുക? ലോഗ് ആയിട്ട് തന്നെ എടുക്കുക. സോ ഞാൻ ലോഗ് സി എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log x മൈനസ് log y ഈക്വൽ ടു എന്തെന്ന് വരും? log c എന്ന് വരും. ഇനി നമുക്കറിയാം എന്താണ് log a മൈനസ് log b എന്ന് പറയുന്നത്? എന്താണ്? log a/b ആണ്. സോ ഇതെന്ത് വരും? log x/y ഈക്വൽ ടു log c എന്ന് വരും. രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ പവർ എടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് വരും? x/y ഈക്വൽ ടു c എന്ന് കിട്ടും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകിൽ വേരിയബിൾ സെപ്പറബിൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിക്ക് ചെയ്യുക. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കറിയാം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രിയും ഉണ്ട്, ഓർഡറും ഉണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ അല്ലേ? ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അല്ലെ, ഹയസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ എന്തെന്ന് പറയും? ഹയസ്റ്റ് ഡെറിവേറ്റീവിനെ ഓർഡർ എന്ന് പറയും. അതുപോലെ തന്നെ പവർ ഓഫ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് അല്ലെ? d²y/dx² ആണ്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അതുകൊണ്ട് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. നമ്മളോട് ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ ആണ്. ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dx പ്ലസ് x dy ഈക്വൽ ടു 0. അപ്പോൾ നോക്കി, ഇത് നമുക്ക് ഏത് മെത്തേഡ് ആയിരിക്കും എളുപ്പം? വേരിയബിൾ സെപ്പറബിൾ ആയിരിക്കും. ഇതിനെ എങ്ങനെ എഴുതാം? y dx ഈക്വൽ ടു മൈനസ് എക്സ് ഡി വൈ എന്ന് എഴുതാം അല്ലേ? ഞാൻ ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ ടൈംസ് എല്ലാം ഒരുമിച്ച് എഴുതണം. എങ്ങനെ എഴുതാൻ പറ്റും? 1/x dx ഈക്വൽ ടു മൈനസ് 1/y dy എന്ന് എഴുതാം. ഇനി നമ്മൾ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇൻ്റഗ്രൽ 1/x dx ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ 1/y dy എന്ന് വരും അല്ലേ? 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? log x ആണ്. ഈക്വൽ ടു എന്തെന്ന് വരും? മൈനസ് log y പ്ലസ് log c എന്ന് കിട്ടും അല്ലേ? ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും? log x പ്ലസ് log y ഈക്വൽ ടു log c എന്ന് കിട്ടും. ഇനി നമുക്കറിയാം log a പ്ലസ് log b എന്താണ്? log ab ആണ്. സോ log x പ്ലസ് log y അല്ലേ? log x പ്ലസ് log y ആയിരുന്നു. അപ്പോൾ എന്തെന്ന് വരും? log xy ഈക്വൽ ടു എന്തെന്ന് കിട്ടും? log c എന്ന് കിട്ടും. രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ പവർ എടുത്താൽ എന്ത് കിട്ടും? xy ഈക്വൽ ടു c എന്ന് കിട്ടും. ഇവിടെ കോൺസ്റ്റന്റ് k എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ,
നെക്സ്റ്റ് dy/dx പ്ലസ് y tan x ഈക്വൽ ടു sec x. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് tan x ആണ്. അതുപോലെ തന്നെ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് sec x ആണ്, അല്ലേ? സോ ഫസ്റ്റ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്, അല്ലെ? ഇ റേസ് ടു ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. ഇ റേസ് ടു ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ്. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് എന്താണ്? ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്, അല്ലെ? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ് എന്ന് പറയുന്നത്. സോ ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ലോഗ് കോസ് എക്സ് എന്ന് വരും, ഓർ ലോഗ് സീക്ക് എക്സ് എന്നാണ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഏതാണ്? ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് സീക്ക് എക്സ് ആണ്. ഓക്കെ, ടാൻ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് സീക്ക് എക്സ്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഇ റേസ് ടു ലോഗ് സീക്ക് എക്സ് എന്ന് വരും. ഇനി നമുക്കറിയാം ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. സോ ഇതെന്തെന്ന് കിട്ടും നമുക്ക്? സീക്ക് എക്സ് എന്ന് കിട്ടും. സോ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? സീക്ക് എക്സ് കിട്ടി. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ടാൻ എക്സ്, അതുപോലെ സീക്ക് സ്ക്വയർ എക്സ്, അങ്ങനെ കുറച്ച് ഇതിൻ്റെയൊക്കെ ഇന്റഗ്രൽ പഠിച്ചു വെക്കുക. കാരണം അല്ലെങ്കിൽ നമുക്ക് മെത്തേഡ് അറിയാം, പക്ഷേ ഇന്റഗ്രൽ അറിയാൻ മേലാതെ നമ്മൾ ചെയ്യാൻ പറ്റാണ്ട് വരുന്നത്. ഓക്കെ, അപ്പം സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, സീക്ക് എക്സ്, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കുക. ഇപ്പം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? സീക്ക് എക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ സൊല്യൂഷൻ y എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ സീക്ക് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ എന്ത് കിട്ടും? ഇന്റഗ്രൽ എന്താ വരുന്നത്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടിയത്? സീക്ക് എക്സ് ആണ് കിട്ടിയത്, ഇൻറ്റു ഏതാണ്? ക്യൂ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? സീക്ക് എക്സ് ഡി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ്. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരും. സീക്ക് സ്ക്വയർ എക്സ് ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സീക്ക് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? ടാൻ എക്സ് ആണ്. സോ ടാൻ എക്സ് പ്ലസ് സി എന്ന് വരും. ഇനി നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കി. ഓപ്ഷനകത്ത് എങ്ങനെയുണ്ട്? y ഇൻറ്റു സീക്ക് എക്സ് ഇക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി എന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു? y ആയിരുന്നു. സോ സീക്ക് എക്സ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? y ഇൻറ്റു സീക്ക് എക്സ് ഇക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മെത്തേഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വേരിയബിൾ സെപ്പറബിളും. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും വരാനാണ് സാധ്യത കൂടുതലുള്ളത്. ഓക്കെ, താങ്ക് യു.